എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് തലശ്ശേരി ചെമ്മീൻ ദം ബിരിയാണിയാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ബിരിയാണി നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ചെമ്മീനിലേക്ക് മസാല പുരട്ടി വെക്കാം. ചെമ്മീൻ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ് 1/2 കിലോ ആണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പാകത്തിന് ഉപ്പ്. ഈ കാണുന്നത് 50 ഗ്രാം ഇഞ്ചി, 75 ഗ്രാം വെളുത്തുള്ളി, 5-6 പച്ചമുളക്. ഇവ മിക്സിയിലിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിൽ നിന്ന് 2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം നമുക്ക് പാൻ വെച്ച് 50 മില്ലി എണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/4 കപ്പ് നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സിൻ്റെ നിറം ലൈറ്റായിട്ട് മാറാൻ തുടങ്ങുമ്പോൾ 1/4 കപ്പ് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നട്ട്സും മുന്തിരിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ സബോള ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സബോള നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗാർണിഷിങ്ങിനായിട്ടുള്ള ഐറ്റംസ് എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമുള്ള ബാക്കി എണ്ണയിലേക്ക് അരപ്പ് തിരുമ്മി വെച്ചിരുന്ന ചെമ്മീൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ വെന്ത് കിട്ടാൻ ഒരു 5 മിനിറ്റ് മതിയാകും. നമുക്ക് ഈ ചെമ്മീന് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ വെന്തിട്ടുണ്ട്. നമുക്ക് പാനിൽ നിന്നെടുക്കാം. ഇതുപോലെ ബാക്കി ചെമ്മീനും കൂടി ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ ചെമ്മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് സെയിം പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം 4 വലിയ സബോള ചേർത്ത് കൊടുത്ത് വഴറ്റാം. സബോള നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് 2 വലിയ തക്കാളി കൂടി ചേർത്ത് വഴറ്റാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി ഇവ ചേർത്ത് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലിയിലയും 2 ടേബിൾ സ്പൂൺ പുതിനയില അരിഞ്ഞതും ചേർത്ത് മിക്സാക്കാം. അതിനുശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് മിക്സാക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ചേർത്ത് മിക്സാക്കുക. കൂടെ കുറച്ച് ഫ്രൈ ചെയ്ത സബോള കൂടി ചേർത്ത് മിക്സാക്കിയാൽ നമ്മുടെ ചെമ്മീൻ മസാല തയ്യാറായി. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രം വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ 2 കഷ്ണം കറുവാപ്പട്ട, 3-4 ഏലക്ക, 3-4 ഗ്രാമ്പു ഇവ ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ 1 സബോള അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. സബോള ഒന്ന് വാടി വരുമ്പോൾ റൈസ് ചേർത്ത് കൊടുക്കാം. 15 മിനിറ്റ് കുതിർത്ത് വെച്ച 2 കപ്പ് ബസ്മതി റൈസാണിത്. നമുക്ക് നന്നായിട്ട് റൈസ് ഇട്ട് വഴറ്റി കൊടുക്കാം. അതായത് അരി വിട്ട് വരുന്നത് വരെ റൈസ് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് കണക്ക്. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 3 കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം റൈസിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മൂടി വെച്ച് മീഡിയം ഹീറ്റിലിട്ട് വേവിക്കുക. ഇപ്പോൾ നമ്മുടെ റൈസിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഒരു 85% വെന്ത് വന്നിട്ടുണ്ട്.
നമുക്കിത് മൂടി വെച്ചതിന് ശേഷം മാറ്റി വെക്കാം. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ചെമ്മീൻ മസാല ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ ഏറ്റവും ലോ ഹീറ്റിൽ ഇട്ടതിന് ശേഷം വേവിച്ച് വെച്ച റൈസിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ലെയറായിട്ട് മാത്രമേ റൈസ് നിരത്തുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ റൈസ് ഒക്കെ ഉണ്ടെങ്കിൽ 3-4 ലെയറായിട്ട് റൈസ് നിരത്താവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ച സബോള, കാഷ്യൂനട്ട്സ് ആൻഡ് റൈസിൻസ്, അതുപോലെ മല്ലിയിലയും പുതിനയിലയും ചോപ്പ് ചെയ്തത് ഒക്കെ വിതറുക. അതിനുശേഷം വീണ്ടും നമുക്ക് ബാക്കി റൈസ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും മല്ലിയില, പുതിനയില, അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ച സബോള, കാഷ്യൂനട്ട്സ് ആൻഡ് റൈസിൻസ് ഒക്കെ വിതറി കൊടുക്കാം. അതിനുശേഷം പാലിൽ അല്പം മഞ്ഞൾപ്പൊടി കലക്കിയത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അല്പം മാത്രമേ ചേർക്കുന്നുള്ളൂ. നല്ല മഞ്ഞ നിറത്തിലുള്ള റൈസൊക്കെ ഇടയ്ക്ക് കാണുന്നത് ഇഷ്ടമാണെങ്കിൽ 3 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ സ്ഥാനത്ത് പാലിൽ 1 നുള്ളു കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ചേർത്ത് കലക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതി. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനു മീതെ 2 നുള്ളു ഗരം മസാലപ്പൊടി കൂടി വിതറി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൂടി വെച്ചതിന് ശേഷം ദം ചെയ്യാം. അതിനായിട്ട് ഒരു പഴയ തവയോ മറ്റോ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഈ പാത്രം അതിന് മുകളിൽ എടുത്തു വെച്ചതിന് ശേഷം ഏറ്റവും ലോ ഹീറ്റിൽ ഇട്ടതിന് ശേഷം ഒരു 15 മിനിറ്റ് മൂടി വെക്കാം. 15 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒരു 30 മിനിറ്റ് എങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ തുറന്ന് സെർവ് ചെയ്യാവൂ. ഇനി നമുക്ക് തുറന്ന് ഈ റൈസ് മാത്രം മിക്സ് ചെയ്യാം. ഞാൻ ഇതിൽ ലാസ്റ്റ് ദം ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പൈനാപ്പിൾ കഷ്ണവും കൂടി ഇതിൻ്റെ മീതെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ ക്ലിപ്പിൽ നിന്ന് മിസ്സായി പോയതാണ്. നിങ്ങൾക്ക് പൈനാപ്പിൾ കഷ്ണത്തിന് പകരം 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ റൈസിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാം. ആദ്യം പ്ലേറ്റിലേക്ക് കുറച്ച് ചെമ്മീൻ മസാല വെക്കും. അതിന് മീതെ റൈസ് ഇട്ട് കൊടുത്താണ് തലശ്ശേരി ബിരിയാണി സെർവ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള തലശ്ശേരി പ്രോൺസ് ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂനട്ട്സ്, റൈസിൻസ്, ഓണിയൻസ് ഇവയൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്തതിന് ശേഷം പപ്പടം, തൈര് സലാഡ്, അച്ചാർ ഇവയുടെ ഒപ്പൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം.